സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് സ്റ്റാൻഡേർഡ് ഹവർ, ബഡ്ജറ്റഡ് ഹവർ, ആക്ച്വൽ ഹവർ. ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാതെ. സ്റ്റാൻഡേർഡ് ഹവർ ഔട്ട്പുട്ട് ബേസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. ബഡ്ജറ്റഡ് ഹവർ പീരീഡ് ബേസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. ആക്ച്വൽ ഹവർ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിന് എത്ര സമയം ആക്ച്വലി എടുത്തു എന്നുള്ളതാണ് ആക്ച്വൽ ഹവർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹവറും ബഡ്ജറ്റഡ് ഹവറും ഒന്നുകൂടി പറയാം. ഔട്ട്പുട്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു മാസം സമയം തന്നിരിക്കുന്നു. ഈ ഒരു മാസം എന്ന് പറയുന്ന സമയത്തിൽ 105 യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സ്റ്റാൻഡേർഡായി അനുവദിച്ച സമയം 2 മണിക്കൂറായിരിക്കാം. ആ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഔട്ട്പുട്ട് ബേസ്ഡ്. അപ്പൊ 105 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് 2 മണിക്കൂർ എടുത്താൽ 105 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 210 ഹവേഴ്സ് വേണം. ഔട്ട്പുട്ട് ബേസ്ഡ് ആണ്. ഇനി ബഡ്ജറ്റഡ് ഹവറോ? ഔട്ട്പുട്ടിന്റെ ബന്ധം അവിടെ ഇല്ല. ബഡ്ജറ്റഡ് ഹവർ ഈ പറഞ്ഞ ഒരു മാസം എന്ന് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ഒരു സൺഡേ ഒക്കെ കഴിഞ്ഞ ഒരു 25 ദിവസം വർക്കിംഗ് ഡേയ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം 25 ഇൻറ്റു 8, 200 ഹവേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സമയം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ബേസ്ഡ് ആണ്. നമ്മൾ എത്ര ഉണ്ടാക്കി അതിന് എത്ര സമയം വേണ്ടി വരും. ബഡ്ജറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയമാണ് ആ ഒരു പീരീഡില്. അപ്പൊ പീരീഡ് ബേസ്ഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ആക്ച്വൽ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന സമയം. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 105 ഇൻറ്റു 2 210 ഹവർ സ്റ്റാൻഡേർഡ് വരും. 25 ഇൻറ്റു 8 ഒരു മാസം 200 ഹവർ ബഡ്ജറ്റഡ് വരും. ആക്ച്വലി നമ്മൾ ചിലപ്പം 200ന് മുകളിലോ ഒരു 230 അല്ലെങ്കിൽ 180 എത്രയാണ്